സ്ക്രീനിൽ നിങ്ങൾ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ബ്ലൂ ഇങ്കിൽ കാണുന്ന ആ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന സ്ക്രീനാണ് ഇത്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, സൈനപ്പ് ആസ് എ നെക്സ്റ്റ് മെമ്പർ, സൈനപ്പ് ആസ് എ ബാലസഭ മെമ്പർ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അയൽക്കൂട്ടം മെമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം സൈനപ്പ് ആസ് എ NHG മെമ്പർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലേ, അതായത് ഈ നമ്പർ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തതാണ്, അതായത് ഈ നമ്പറിൽ ഈ ആപ്പിൽ മുന്നേ രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് ഈ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, വേറെ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുതിയ നമ്പർ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം വരുന്ന സ്ക്രീനാണ് OTPയുടെ. ഇവിടെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് OTP വരുന്നില്ല, അതുകൊണ്ട് കോമൺ OTP ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. 8475 എന്ന് പറയുന്ന OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നീട് OTP എൻ്റർ ചെയ്തതിന് ശേഷം വരുന്ന സ്ക്രീനാണിത്. ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഫോം ആദ്യം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2024 എന്ന് പറയുന്ന ഇയർ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇയർ നിങ്ങൾക്ക് കിട്ടും. ആ ഇയറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ നിങ്ങളുടെ ഇയർ അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും എത്രയാണെന്നുള്ളത്. ഇയർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മന്ത് ഏതാണെന്നുള്ളത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ഡേറ്റ് കറക്റ്റ് കൊടുക്കുക, ആധാർ കാർഡിൽ ഉള്ളതുപോലെ നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, മെരിറ്റൽ സ്റ്റാറ്റസ്, ബ്ലഡ് ഗ്രൂപ്പ്, മാസ വരുമാനം, അഡ്രസ്സ്, നോമിനി നെയിം, നോമിനിയായിട്ട് നിങ്ങൾ ആരെങ്കിലും കൊടുക്കുക. അവരുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അതിനുശേഷം നോമിനി അഡ്രസ്സാണ്. നോമിനി അഡ്രസ്സ് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നെയാണെങ്കിൽ നിങ്ങൾ സെയിം ആസ് ഉള്ള യൂസർ അഡ്രസ്സ് എന്നിട്ട് നിങ്ങളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് ജില്ല ഏതാണെന്നാണ്. നമ്മുടെ ജില്ല കണ്ണൂർ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നത് NHG ആണ്. നമ്മുടെ NHG എന്ന് പറഞ്ഞാൽ NGO ആണ്. NGO എന്ന് പറഞ്ഞാൽ നെന്മ വെൽഫെയർ സൊസൈറ്റി തലശ്ശേരി, ഒന്നാമത്തെ NGO ആണ്, കണ്ണൂരിലെ ഒന്നാമത്തെ NGO ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ അയൽക്കൂട്ടാണ്. അയൽക്കൂട്ടം എത്രയാണോ നിങ്ങളോട് നമ്പർ പറഞ്ഞത് ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അയൽക്കൂട്ടം 26 സെലക്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ 26 എൻ്റർ ചെയ്തിട്ട് 3 ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റത്തേത് സംഗമം 95 പാലശ്ശേരി എന്നാണ് വരുന്നത്. രണ്ടാമത്തേത് സംഗമം 126 സൈതാർപള്ളി. മൂന്നാമത്തേത് സംഗമം 26 ചേർക്കര. അതാണ് എനിക്ക് വേണ്ടത്. സംഗമം 26 ചേർക്കരയാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ട NHG. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഒരു മരത്തിൻ്റെ ഒരു ചിഹ്നമുള്ളൊരു അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യാമറയും അതേപോലെ ഗാലറിയും ഓപ്പൺ ആവും. അതിലേത് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഗാലറിയിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കാം. ഞാൻ ഇപ്പോൾ ഗാലറിയിൽ നിൽക്കാണ്. ആധാർ കാർഡ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ സൈസ് ഒന്നും ഇവിടെ കറക്റ്റ് ചെയ്ത് ടിക്ക് കൊടുക്കാം. അവിടെ ഈ ആധാർ കാർഡ് അവിടെ വരും. ഇനി നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഗസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളുടെ അപ്ലോഡ് യുവർ ഫോട്ടോ ആണ്.
അതിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മരത്തിൻ്റെ ചിഹ്നത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. മിനിമം 5 ഡിജിറ്റെങ്കിലും വേണം. ഓക്കെ, അതിനുശേഷം ചോദിക്കുന്നത് എല്ലാ വർഷവും നിങ്ങളുടെ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനുള്ളതാണ്, ഓപ്ഷനാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നിശ്ചിത തുക എടുത്തിട്ട് അത് മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ അയച്ച റിക്വസ്റ്റ് അത് നിങ്ങളുടെ ലീഡർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലീഡർ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡറെ വിളിച്ച് പറയാം, ഞാനിങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഡറാണ് ഈ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ലീഡർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ആവും. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലോണും വിഡ്രോയിലും മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇവിടെ മെമ്പറിൻ്റെ റിക്വസ്റ്റ് ഇവിടെ വരില്ല. അപ്പം മെമ്പർ റിക്വസ്റ്റ് എവിടെയാണ് വരാമെന്ന് വെച്ചാൽ മെമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, അവിടെയായിരിക്കും മെമ്പർ റിക്വസ്റ്റ് വരാൻ. അത് സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് മെമ്പർ ലിസ്റ്റാണ്. നിലവിലുള്ള മെമ്പേഴ്സിൻ്റെ പേരുകളും ഡീറ്റെയിൽസും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഇവിടെ കാണുന്ന ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷന്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ചെയ്ത റിക്വസ്റ്റ് ഉള്ളത്. ഇതിൽ ഇതാ ഞാൻ കൊടുത്ത പേര് ഐസ എന്നുള്ള പേരാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ലീഡർക്കും എന്ത് ചെയ്യാം, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. ജെൻഡർ മാറ്റാൻ കഴിയില്ല. പിന്നെ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അത് എഡിറ്റ് ചെയ്യാൻ കഴിയും. അഡ്രസ്സ് എഡിറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നോമിനീൻ്റെ നെയിം, അഡ്രസ്സ് ഇതൊക്കെ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്ത് ചെയ്യുക, കമൻറ്റ് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ആൻഡ് ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. അതല്ല ഇത് നിങ്ങളെ അയൽക്കൂട്ടത്തിലെ മെമ്പർ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് കൊടുക്കുക. അതിനുശേഷം റിജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലൊന്നും തെറ്റില്ല, എല്ലാം കറക്റ്റാണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് കൊടുക്കുക. ഓക്കെ എന്തായാലും സാരില്ല, നിങ്ങൾ ഒരു കമൻറ്റ് കൊടുക്കുക. കമൻറ്റ് കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ റിക്വസ്റ്റ് എൻജിഒയിലേക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറയുന്ന